കാശിനാഥൻ IPS. രചന മാധവി മാധു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. തനിക്കെന്നോട് അഗാധമായ പ്രണയമാണെന്ന് പുരികമുയർത്തി ആണോ എന്ന് അവൾ ചോദിക്കുന്ന കേട്ടിട്ട് കുടിക്കുന്ന ചായ ഇറക്കണോ തുപ്പണോ എന്ന് ആലോചിച്ചിരിപ്പാണ് കാശി. അവനത് ഇറക്കി. നിന്നോടാരെയും നട്ട കുറിക്കാതെ നുണ പറഞ്ഞ് വാക്കുകളിലെ പതർച്ച അവൾ മനസ്സിലാക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. താൻ തന്നെയല്ലേ ഇന്നലെ രാത്രി നീല ജീവിക്കില്ല, എന്നെ ഇഷ്ടമാണ്, കെട്ടിക്കോളാം, പൊന്നുവരെ നോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അറിയില്ലെന്നോ? താൻ പറഞ്ഞിട്ട് ഞാൻ നട്ടുനനച്ച് വളർത്തിയ എന്റെ സ്വപ്നങ്ങള്. അവനവളുടെ വാക്കുകളും കോപ്രായങ്ങളും നോക്കി രസിക്കുകയാണ്. അത് ഇന്നലെ കള്ളിന്റെ പുറത്ത് പറഞ്ഞ അല്ലെങ്കിലും പ്രേമിക്കാൻ പറ്റിയൊരു ചളുക്ക്. ആളെ പുച്ഛിച്ചിട്ട് അവൻ ചായ കൂടി തുറന്നു. ഓ, എന്തായാലും എനിക്കിഷ്ടാ. അവന്റെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് താഴേക്ക് ചാടി. നീ എന്നെ പറഞ്ഞ് എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് തനിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമാവും, അതുകൊണ്ടാ പറയാതിരുന്നത്. അവൾ കൂളായി അവനോട് പറഞ്ഞു. അവനിത് എന്ത് സാധനം പോലെ നോക്കി. നീ ഇപ്പൊ കുഞ്ഞാ, പഠിക്കേണ്ട സമയത്ത് പഠിച്ചാൽ മതി, വേണ്ടാതെ വിചാരം മനസ്സിൽ കഴിയണ്ട, പഠിച്ചൊരു ജോലി വാങ്ങാൻ നോക്ക്. ഒരച്ഛന്റെ ആകുലതയോട് അവളോട് പറഞ്ഞിട്ട് താഴെ വീണ ഗ്ലാസുകൾ അവൾക്ക് കൈമാറി. അവൾ ഗ്ലാസുമായി തിരിച്ചടന്നു വാതിൽക്കൽ ചെന്ന് തിരിഞ്ഞു. പഠിച്ച് ജോലി വാങ്ങിയിട്ട് എന്റെ സ്പോൺസറിന് കിട്ടിയാലോ? അത് അപ്പോഴല്ലേ, പഠിച്ചൊരു ജോലിയൊക്കെ ആകുമ്പോ ഈ സ്പോൺസർ വേണ്ട നീ തന്നെ പറഞ്ഞോളൂ. അവനോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമെന്ന് തോന്നിയോണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി. അവൾ പോയി നോക്കി. അവന്റെ ചുണ്ടിൽ അവനോട് തന്നെ ഒരു പൂച്ചച്ചിരി വിരിഞ്ഞു. ഞാൻ കുഞ്ഞാണ് പോലും, 24 വയസ്സാകുമ്പോൾ പോകുന്ന ഞാൻ കുഞ്ഞ്. എന്നാ പിന്നെ അങ്ങേക്ക് എന്നെ വല്ല ഡേ സ്കൂളിൽ വിട്ടൂടെ? കാലമാടാ, അങ്ങേക്ക് പ്രേമിക്കാൻ പോയി എന്നെ വേണം തല്ലാൻ. ഇന്നലെ എന്നായിരുന്നു, നീ പൊന്നാണ്, മുത്താണ്, ഇന്ന് നീ കുഞ്ഞ്, ഇള്ളപ്പുള്ളിയാണ് പോലും. എന്താടി നേരം കുറേയായി മുറുമുറുക്കുന്നു, ഇനി ഇവിടെ കിടന്ന് വല്ലതും പറഞ്ഞാറേ എടുത്ത് കിണറ്റിടും ഞാൻ. അടുക്കളയുടെ വാതിൽപ്പടിയിൽ ചാരി അവളെ രൂക്ഷമായി നോക്കി പറഞ്ഞ് അവനകത്തേക്ക് നടന്നു. അവൾ അവൻ പോയ വഴിയെ നോക്കി കൊഞ്ഞനെ കുത്തി കാണിച്ച് പണിയിലേക്ക് തിരിഞ്ഞു. ദിവസങ്ങൾ ഓടി മറഞ്ഞു. രുദ്രിത ഇപ്പോൾ 2ാം വർഷത്തിലാണ്. അവൻ അവളോ പിന്നെ അവരുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അല്ല, അവൾ പറയാൻ ചെന്നാൽ അവൻ അപ്പോൾ തന്നെ ഓടിക്കും, പഠിക്കാൻ പറയും. അവൾ കുഞ്ഞാണെന്ന് പറയും. അതോടുകൂടി അവളുടെ പ്രണയം പൊഴിയും. വൈകുന്നേരം അവൾ താമസിച്ചാണ് കോളേജ് വിട്ട് വന്ന്. ഇത്രയും താമസിച്ചാൽ അവൻ വിളിക്കാൻ വരാറുള്ളതാണ്. പക്ഷെ അവനെ കണ്ടതേയില്ല. അവൾ കവലയിൽ വന്നു. നടന്ന അമ്പലത്തിൽ നിന്ന് വളവ് തിരിയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ 2 ചേച്ചിമാർ എതിരെ വന്നു. അവന് നിന്നെ മതിയായില്ലേ? അല്ല, എത്രയ്ക്കായാലും അവരുടെ ചൂടും ചൂരും അല്ലേ ആദ്യം അനുഭവിച്ച്. അവർ പറയുന്നു മനസ്സിലാവാതെ അവരെ നോക്കി. അവർ പുച്ചി ചിരിച്ചു. നിന്റെ വെച്ചുകൊണ്ട് കിടക്കുന്നവനെ കാശിനാഥൻ, ദൈവത്തിന്റെ പേരും വെച്ച് നടക്കുന്ന പെണ്ണുപിടിയ. അവനിന്ന് രാവിലെയും വൈകുന്നേരം ആ ശാന്തി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നാലും ഇത്ര പെട്ടെന്ന് അവന് നിന്നെ മതിയായല്ലോ വെച്ചേ. മൂക്കത്ത് വിരളിച്ചവർ പറയുന്ന കേട്ടിട്ട് അവൾ തരിച്ചു നിന്നു. ആ, അതാണ് ചേച്ചി, എത്രയെന്ന് വെച്ചാൽ ഒരാളെ തന്നെ. ഞാൻ തന്നെയാ പറഞ്ഞു. ശോ, അപ്പൊ ഞാനിന്ന് ഫ്രീ. അല്ല, ചിലപ്പോ വൈകിട്ട് വരികയായിരിക്കും, ഞാനങ്ങോട്ട് വരാം. അവരുടെ തോളിൽ തട്ടി അവൾ മുന്നോട്ട് നടന്നു. വന്ന കാര്യം നടക്കാതെ അവൾ നിരാശയെ അവളെ നോക്കി കൊഞ്ഞനെ കുത്തി നടന്നു. ഓരോന്ന് ഇറങ്ങിക്കോളും, കുടുംബം കലക്കി, പെൺപിടിയും പോലും അവരുടെ കെട്ടിയോനാ വരട്ടെ തള്ള. അവൾ 3 തവണ ആഞ്ഞു തുപ്പി നടന്നു. ഇങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അടുക്കളയിൽ പാത്രങ്ങളോട് മല്ലിടുമ്പോഴും ഉള്ളു നിറയെ അവൾ പറഞ്ഞ വരികൾ മാത്രമായിരുന്നു. അവന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും അവൾ ഇറയത്തേക്ക് ഓടി. അവന്റെ മുഖത്തെ ടെൻഷൻ കണ്ടപ്പോൾ ഇടനെഞ്ച് പൊള്ളുന്ന പോലെ തോന്നി. എന്താണ് പറ്റിയേ? അവന്റെ കയ്യിൽ നിന്നും പച്ചക്കറി കൂട് മേടിച്ച് അവന്റെ കലങ്ങിയ കണ്ണുകൾ അവളെ വല്ലാതെ നോവിച്ചു. ശാന്തിച്ചിക്ക് തീരെ വയ്യ. അയ്യ, എന്ത് പറ്റി? ചോദിക്കുന്നതിന് മുമ്പ് അവൻ തന്നെ മറുപടി അറിഞ്ഞുകൊണ്ട് അവൾ ആകുലതയോടെ വീണ്ടും ചോദിച്ചു. ഇന്നലെ തൊട്ട് പനിയായിരുന്നു, ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. മരുന്ന് മേടിച്ചില്ലേ? എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? എന്തിനാ അവിടെ തനിയെ നിർത്തിയത്? ഞാൻ പറഞ്ഞാടി കേട്ടില്ല. നിന്നെ അവളെ കൂട്ടുനിർത്താന്ന് പറഞ്ഞു, അതും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കാരണം നിനക്ക് ചീത്ത പേരായെന്ന് പറഞ്ഞു. ഇനി ശാന്തിച്ച് കാരണം കൂടി വേണ്ടാന്ന് പറഞ്ഞു. താങ്കാനുണ്ടായ ചീത്തപ്പേര് മാറ്റാൻ താൻ എന്നെ കെട്ടിയാ പോരെ? നിലത്ത് കളം വരച്ച് കവളുകൾ ചുമപ്പിച്ച് അവൾ പറയുന്ന കേട്ടിട്ട് അവൻ ഇവിടെ എന്ത് സാധനം എന്ന രീതിയിൽ നോക്കി. ഞാൻ കുളിച്ചിട്ട് വരാം. അവനാൾ നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് നടന്നു. ആൾ അവനെ നോക്കി കൊഞ്ഞനെ കുത്തി അടുക്കളയിലേക്കും. ദിവസങ്ങൾ വീണ്ടും ഓടിക്കൊണ്ടിരുന്നു. അവന്റെ ഒപ്പം അവളും കൂടി ചെന്ന് ശാന്തി ചേച്ചിയെ കണ്ടു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അവനവരെ ശാന്തി ചേച്ചി എന്ന് വിളിക്കുമ്പോൾ അവൾ അവരെ ശാന്തമായെന്ന് വിളിച്ചു. ശാന്തി ചേച്ചിക്ക് ഇപ്പോൾ അസുഖമൊക്കെ കുറഞ്ഞു. കാവ്യയെ കാണാൻ കഴിഞ്ഞില്ല. കാണുമ്പോൾ ചെറിയമ്മക്ക് വയ്യെന്ന് മാത്രം പറഞ്ഞ് വേഗം തന്നെ വീട്ടിലേക്ക് പോകും. ഭദ്രയുടെ 3ാം സെമസ്റ്റർ എക്സാം കഴിഞ്ഞു. ഇപ്പോൾ അവധിയാണ്. ഇന്ന് അവിടെ അമ്പലത്തിലെ ഉത്സവമാണ്. രാവിലെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുതു വന്ന് വൈകുന്നേരം ദീപാരാധന തൊഴാൻ പോകണം. അവൻ രാവിലെ അമ്പലത്തിൽ പോയി വന്നിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോയി. വൈകുന്നേരം അവൾ വിളിക്കാൻ അവൻ തിരിച്ചു വന്നു. കുളി കഴിഞ്ഞ് വേറെ ഡ്രസ്സ് എടുത്തിട്ടു. ഈ പെണ്ണ് ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? അവനവളുടെ മുറിയിലേക്ക് നടന്നു. വാതിൽ മുട്ടുന്നതിന് മുമ്പേ ആ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന രുദ്രയെ കണ്ട് അവനൊരു നിമിഷം സ്തംഭിച്ചു നിന്നു. കറുത്ത കരയുള്ള സെറ്റ് സാരി മുടി കുളിപ്പിന്നിലിട്ടിരിക്കുന്നു. കണ്ണുകളിൽ അടിവശം പരത്തി കൺമഷി എഴുതിയിട്ടുണ്ട്. കൂട്ടുപുരികമുള്ള നെറ്റിയിലൊരു കുഞ്ഞു കറുത്ത പൊട്ട്, കൈകളിൽ കറുത്ത കുപ്പിവളകൾ, പുഞ്ചിരിക്കുമ്പോൾ മാത്രം വിടരുന്ന നുണക്കുഴി, കീഴ്ചുണ്ടിലെ മറുക്.
അവൻ അവളെ തന്നെ നോക്കി മതിമറന്ന് നിന്നു. അവന് നേരെ വിരൽ ഞൊടിച്ചപ്പോഴാണ് അവൻ സ്ഥലകാലഭാവത്തിലേക്ക് തിരിച്ചു വന്ന്. അവൾ അവനെ നോക്കി നാണത്താൽ ഒരു പുഞ്ചിരി നൽകി. അവൻ അവളെയും ചേർത്ത് മഹാദേവന്റെ നടക്കിലേക്ക് യാത്ര തുടർന്നു. അമ്പലത്തിലേക്കുള്ള വഴി നീളെ തോരണങ്ങൾ തൂക്കിയിട്ടുണ്ട്. പെട്ടിക്കടകൾ, ഐസ്ക്രീം, വണ്ടികൾ. അമ്പലത്തിന്റെ മുൻവശത്ത് ഓം എന്നെഴുതി അതിൽ ബൾബുകൾ തൂക്കിയിട്ടുണ്ട്. ഈ കാഴ്ചകളെല്ലാം നാളുകൾക്ക് ശേഷമുള്ളതാണ്. അച്ഛൻ പോയതിൽ പിന്നെ അമ്പലത്തിലെ ഉത്സവത്തിന് രാവിലെ വന്ന് തൊഴുതു പോവും. ദീപാരാധനയ്ക്ക് നിൽക്കാറില്ല. കാശിക്കൊപ്പം തൊഴുതു നിൽക്കുമ്പോഴും അവളുടെ ഉള്ളു നിറയെ കാശി മാത്രമായിരുന്നു. നിനക്ക് വല്ലതും വാങ്ങാനുണ്ടോ? കൺമിഷിയോ പൊട്ടോ മറ്റോ? ഇല്ലെന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ തലയാട്ടി. അവൻ പുഞ്ചിരിച്ചു. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ആ ജനറേറ്റർ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞിരുന്നു, അത് നോക്കിയിട്ട് വരാം. അവൻ നടക്കാൻ തുടങ്ങിയിട്ട് തിരിച്ചു വന്നു. നീ ഇവിടെ തന്നെ നിന്നോണം. പിന്നെ നാടകം കാണുന്നുണ്ടോ? ഇല്ല, നാടകം കഴിയുമ്പോൾ രാത്രിയാവും. ആ, ഞാനിപ്പോ വരാം. ആളവിടെ നിർത്തി അവൻ തിരിഞ്ഞു നടന്നു. അമ്പലത്തിലെ കാര്യങ്ങൾക്കായി ഓടി നടന്ന് അവൻ വല്ലാതെ വിയർത്തിരുന്നു. അവന്റെ വിയർപ്പിൽ ഒട്ടിപ്പിടിച്ച് ഷർട്ട് കിടന്നു. ആളത് നോക്കി നിന്നു. ഡാ, ഏതാണ് മോനെ ആ ചരക്ക്? ഏതാണ് അളിയാ? എടാ, ബ്ലാക്ക് സീറ്റ് സാരി. എന്ത് ചരക്കാ മോനെ? എടാ അതോ? എടാ, അത് കാശിയാന്ന് വെച്ചോണ്ടിരിക്കുന്ന. വിട്ടേക്ക്. ആ കാശിയാന്ന് തന്നെ. ഓ, അതൊക്കെ ഒരു സംഭവം മോനെ. അവന്റെ തലയെ വരച്ച് നമ്മുടെയൊക്കെ സൈഡിൽ കൂടി ഒന്ന് തോണ്ടിപ്പോയാൽ മതിയായിരുന്നു. ആ താണ് യോഗം. നമുക്കൊന്ന് പോയി മുട്ടിയാലോടാ. നീ തന്നെ പോയാൽ മതി, എനിക്ക് കുറച്ചാലും കൂടി ജീവിക്കണം. അതെന്താടാ നീ വന്നേ? അവൻ കിട്ടിയിട്ടൊന്നുമില്ലല്ലോ, വെച്ചോണ്ടിരിക്കുന്നല്ലേ. അതിപ്പോ അവനായാലെന്താ, നമ്മളായാലെന്താ? വാളിയാ. അവൻ കൂട്ടുകാരനെ തോളിൽ കൈ ചേർത്ത് അവളുടെ അടുത്തേക്ക് നടന്നു. ഹലോ. അവൾ തിരിഞ്ഞു നോക്കി. അവരെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് എന്തോ പോലെ തോന്നി. അവളൊന്ന് പുഞ്ചിരിച്ച് കുറച്ച് മാറി നിന്നു. കാശി പോയ വഴി അവൾ നോക്കി നിന്നു. ഓയ്, അവൻ ദിവസത്തിന് എത്ര എഴുതി തരുന്നത്? അതിന് ഇരട്ടിയറാം. അവളെ അയാളെ തുറിച്ചു നോക്കി. എങ്ങനെയാ, സമ്മതാണോ? അവൻ അവളെ നോക്കി വാഷളം ചിരിച്ച് താടി ഒഴിഞ്ഞു. പോയി നീ നിന്നെ തള്ളി വിളിക്കടാ. ആൾ അവന് നേരെ കൈ ഉയർത്തി. അവൻ അവളുടെ കൈകൾ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. ചുറ്റുമുള്ള ആളുകൾ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൾക്ക് അവന്റെ സാമീപ്യം അസഹ്യമായി തോന്നി. ആൾ അവന്റെ കൈകൾ വിടിവിക്കാൻ ശ്രമിച്ചു. നീ കൊള്ളാലോടി, ഏർക്കിളിക്കാൻ പോലെ ഇത്തിരിയേ ഉള്ളൂ. അവനുള്ളിൽ അഹങ്കാരാണോ? അവന് എനിക്ക് ഒന്ന് തന്നെയുള്ളതെന്ന് തെളിയിച്ചാൽ മതിയാവും. ആൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവനവളുടെ ചെവിയിൽ പറഞ്ഞു. അവൾ ചുറ്റൊരു സഹായത്തിനായി നോക്കി. എല്ലാവരും അവളെ പുച്ഛിച്ച് നോക്കുന്നുണ്ടെന്നല്ലാതെ ആരും അയാളെ തടയുന്നില്ല. ആൾ അവനെ ആൾക്കൂട്ടത്തിൽ നോക്കി. ആൾക്കൂട്ടത്തിൽ പോലും അവളെ ഭയം പൊതിഞ്ഞു. ആളുകളെ വകഞ്ഞു മാറ്റി അവൻ വരുന്ന കണ്ടു. കണ്ണുകളിൽ പ്രതീക്ഷ, ഒരാൺബലം. കാശിയെ കണ്ടതും അവൻ അവളുടെ പിടിയയച്ചു. അവളോടി കാശിയുടെ നെഞ്ചിലേക്ക് വീണു. അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. തലമുടിയിലും പുറത്തും തഴുകിക്കൊണ്ടിരുന്നു. അവളുടെ മിടിക്കുന്ന ഹൃദയതാളം കേട്ടപ്പോൾ അവൾ എത്രമാത്രം പേടിച്ചിരുന്നെന്ന് അവന് മനസ്സിലായി. എന്നാലും കാശി, നിന്റെ യോഗം സമ്മതിച്ചിരിക്കുന്നു. അവൻ കാശിയുടെ നെഞ്ചിലെ രുദ്രയെ നോക്കി പറഞ്ഞു. കാശി അവളെ നെഞ്ചിൽ നിന്ന് അകറ്റി നിർത്തി. അവന്റെ നെഞ്ചിലേക്ക് ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുത്തു. അവനിടിക്കാൻ വന്ന അവന്റെ കൂട്ടുകാരന്റെ മുഖത്തിലിട്ടും കൊടുത്തൊരു ഇടി. അവന്റെ ഒരു ഇടിയിൽ തന്നെ അവൻ ആരാണെന്നും അവൾക്ക് മനസ്സിലായി. കാശി അവളെ നെഞ്ചിലേക്ക് ഇട്ടു. എല്ലാവരെയും നോക്കി അലറി. ഇവൾ എന്റെ പെണ്ണ. കാശിക്ക് കൂടെ കൊണ്ടുനടക്കാൻ അറിയാമെങ്കിൽ സംരക്ഷിക്കാനും അറിയാം. ഇനി ഇവളുടെ നേരെ ആരെങ്കിലും നോക്കിയാ. എല്ലാവരെയും നോക്കി അവളെയും ചേർത്ത് പിടിച്ച് നടന്നു. ഹോ, ഒരു താലിബന്ധം പോലും ഇല്ല. എന്നിട്ട് രണ്ടിനെ എങ്ങനെ അഴിഞ്ഞാണ്ട് നടക്കാൻ തോന്നുന്നു. കഷ്ടം. അവരുടെ രണ്ടുപേരുടെയും ഉള്ളം ഒരുപോലെ നേറി. അവനവളും യാത്ര തിരിച്ചു. അവരെ നനച്ചുകൊണ്ട് പെയ്യുന്ന മഴക്ക് അവരുടെ ഉള്ളം തണുപ്പിക്കാൻ കഴിയില്ലെന്ന് തോന്നിപ്പോവും. വാതിൽ തുറന്നകത്തേക്ക് പോകുമ്പോൾ അവൾ അവനെ നോക്കിയില്ല. അവന്റെ ഉള്ളം കുറ്റബോധത്താൽ നേറി. അവനവളുടെ അടുത്തേക്ക് നടന്നു. കട്ടിലിരുന്ന് കരയുന്നവളെ കണ്ട് ഉള്ളിൽ നിന്ന് ആരോ അവനെ കുത്തി നോക്കുന്നു. ഞാൻ കെട്ടിട്ട് നിന്നെ. ആളവനെ നോക്കി. ഞാൻ കുഞ്ഞാ കാശിയേട്ടാ, ഇനിയും വളരാനുണ്ട്. ഈ കുഞ്ഞിനോട് തോന്നുന്ന സാധാമാണെങ്കിൽ വേണ്ട. പറഞ്ഞതെങ്കിലും ഉറച്ച ശബ്ദമായിരുന്നു അത്. എനിക്ക് നിന്നോട് സാധാരണ തോന്നിയിട്ടൊന്നല്ല, എനിക്ക് നിന്നെ ഇഷ്ടമായിട്ട് തന്നെയാ. കാശിയെ സ്നേഹിക്കാനും നീ കൂടെ വേണം തോന്നി. നിനക്ക് സമ്മതമാണെങ്കിൽ ഒരു താലി അങ്ങ് ചാർത്തു. 1.5 വർഷമായി തന്നെയല്ലേ കാണുന്നത്. കെട്ടിയേക്കാം. ഇനി എനിക്ക് വേറെ ചെക്കനെയൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ? ഓ, എന്നാ വേണ്ട. അവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. ആളും അവന്റെ കൂടെ എഴുന്നേറ്റു. കാശിയേട്ടാ, ശരിക്കും എന്നെ ഇഷ്ടമാണോ? ആളും അവന്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി ആ പ്രണയത്തെ കാണാൻ ശ്രമിച്ചു. ഇഷ്ടമാണെടി, എനിക്ക് നിന്റെ ജീവനാ. എപ്പോഴാണ് നീ എന്റെ മനസ്സിൽ കയറിക്കൂടിയെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. അവനവളുടെ കുഞ്ഞുമകൻ കൈക്കുമ്പിലെടുത്തു. അവൾ സ്നേഹപൂർവ്വം എന്നെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവനവളെ ചേർത്ത് പിടിച്ചു. അല്ല, കെട്ടിയിട്ട് എന്തിനാ മനുഷ്യ? അവന്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി കുസൃതിയോടെ അതിലേറെ കുറുമ്പോടെ അവൾ ചോദിച്ചു. കെട്ടിയിട്ട് 5-6 പിള്ളേരെ ഉണ്ടാക്കണം. അവൻ മീശ വിരിച്ചുകൊണ്ട് അവളെ ചുഴിഞ്ഞു നോക്കി. 5? ആ, പൊളിയായിരിക്കും. പക്ഷേ നീ അത്രയും താങ്ങുമെന്ന് തോന്നില്ല. അതുകൊണ്ട് ഞാൻ കുറക്കാം. നാം ഒന്ന്, നമുക്ക് 2. ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. അവൻ പുരികം പൊക്കി മതിയോ എന്ന് ചോദിച്ചു.
ആൾക്കിണങ്ങി അവന്റെ മേളിലെ പിടുത്തം വിട്ട് തിരിഞ്ഞു നിന്നു. അവൻ അവളുടെ കഴുത്തിലൂടെ വട്ടം ചുറ്റി പിടിച്ച തലയിൽ തലോടി. കാശിയേട്ടാ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് 10 കുട്ടികൾ വേണമെന്നാ. അവളിലേക്ക് ചേർന്ന് അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. 10 പ്ലീസ് കാശിയേട്ടാ, എനിക്ക് 5, കാശിയേട്ടന് 5, അങ്ങനെ 10. ആൾ കൈകൾ ഉയർത്തിക്കാട്ടി കണക്ക് തെളിയിച്ചു. 15 ആക്കാം, ബാക്കി 5 നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കാം, അപ്പൊ ഓക്കെ ആവുമല്ലോ. അവൻ ഷർട്ട് ഉടഞ്ഞു. ആളവന്റെ വർത്തമാനം കേട്ട് കെറിവിച്ച് തിരിഞ്ഞു നിന്നു. എനിക്ക് 10 കുട്ടികൾ വേണം, ഓക്കെ എങ്കിൽ ഞാൻ കിട്ടും. എന്റെ പൊന്ന്, 10 എങ്കിൽ 10 തരാം. ഒടുക്ക 1 കഴിയുമ്പോഴേക്കും ചേട്ടോ ഇനി പറ്റില്ലെന്ന് പറഞ്ഞു വന്നേക്കരുത്. അവനവിടെ നുണക്കുഴിയിൽ കുത്തി. ആൾ പുഞ്ചിരിച്ചു. എന്നെ മോൾ കിടന്നുറങ്ങാൻ നോക്കി. ആദ്യം പഠിത്തം, അത് കഴിഞ്ഞ് കെട്ടാം. കാശിയേട്ടാ, മിണ്ടാതെ പോയി കിടന്നുറങ്ങ്, ക്ലാസ് ഉടനെ തുടങ്ങും. അവനവളെ നോക്കി പേടിപ്പിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങി. ആളവൻ പോയത് നോക്കി പുഞ്ചിരിയോടെ വാതിൽ ചേർത്തടച്ച് കിടന്നു. ഞായറാഴ്ച രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് അവൾ ഇറയത്തേക്ക് ഇറങ്ങി. മുറ്റം ചുറ്റി നടന്നു നോക്കി. അവിടെ ഇവിടെയായി പുല്ലുകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അവനവളുടെ നോട്ടം ശ്രദ്ധിച്ച് ഇറയത്തിരുന്നു. ആരോ മുറ്റം കടന്നു വരുന്ന പോലെ തോന്നി. അങ്ങോട്ട് നോക്കി. കാവ്യ, ഒപ്പം ചെറിയമ്മയുമുണ്ട്. ചെറിയമ്മാകെ മാറിയതുപോലെ, ആള് പകുതിയായതുപോലെ തോന്നി. കണ്ണുകളിൽ കറുപ്പ് ബാധിച്ചിരിക്കുന്നു. ആ കണ്ണുകൾ മാപ്പിരക്കുന്ന പോലെ. കാവ്യ അവർക്ക് രണ്ടുപേർക്കുമായി ഒരു മങ്ങിയ പുഞ്ചിരി നൽകി. കുഞ്ഞേച്ചി, ഞങ്ങൾ കോട്ടയത്തേക്ക് പോവാ. എന്താ വാവേ? ചെറിയമ്മ രുദ്രയുടെ അടുത്തേക്ക് വന്നു. ആളുടെ മുഖത്തൂടെ കൈയോടിച്ചു. നാളുകൾക്ക് ശേഷം ചെറിയമ്മയിൽ നിന്ന് അമ്മയുടെ വാത്സല്യം അവൾ അറിഞ്ഞു. ദൈവം എന്നെ അങ്ങോട്ട് വിളിക്കാൻ പോവാ. പോകുന്നതിന് മുമ്പ് മോളോട് വന്ന് ക്ഷമ ചോദിക്കണം തോന്നി. അവർ രുദ്രയുടെ കൈകൾ പിടിച്ചു. മാപ്പ് നൽകണം. കരഞ്ഞുകൊണ്ട് അവർ അവളെ ചുറ്റി പിടിച്ചു. അവൾ അവർ ഇറുകെ പുണർന്നു. ആദ്യം അമ്മ നടുവേദന എന്ന് പറയില്ലായിരുന്നോ? കുറച്ചാൾ മുമ്പ് അമ്മ തലയിറങ്ങി വീണിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് ക്യാൻസർ ആണെന്ന്. നട്ടലിനുള്ളിൽ. വാക്കുകളിടറാതെ കാവ്യ പറഞ്ഞു നിർത്തി. മോളോട് ചെയ്തതിന് ദൈവം തന്നതായിരിക്കും. എൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. പക്ഷെ കാവ്യ മോള്, ഞാൻ പോയ ആരാ അവൾക്കുള്ളത്? ആ ഒരു സാരി തലപ്പിൽ കണ്ണുനീർ തുടച്ചു. രുദ്രയുടെ കണ്ണുകളും നിറഞ്ഞു. കാശിയുടെ ഉള്ള നീറി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി പോവാ. വീടും സ്ഥലവും പണയം വെച്ചു. രുദ്ര അവരെ നോക്കി കണ്ണുകൾ കൊണ്ട് മാപ്പ് പറഞ്ഞു. മോളുടെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണാണെന്നറിയാം. കിട്ടിയ പൈസയിൽ കുറച്ചുണ്ട്, മുഴുവനില്ല. കുറച്ച് നോട്ടുകെട്ടുകൾ അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ജീവനോടെ തിരിച്ചു വന്നാൽ ഞാൻ തിരിച്ചെടുക്കും. ഇല്ലെങ്കിൽ ഈ പൈസ കൊണ്ട് ഒന്നും ആവില്ലെന്നറിയാം. പക്ഷെ പലിശയെങ്കിലും. വാക്കുകൾ പുറത്തു വരാതെ അവർ വിതുമ്പി. കാശി അവളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി കാവ്യയുടെ കയ്യിൽ കൊടുത്തു. ഡോക്ടർ എത്താളത്തെ ചികിത്സ എന്ന് പറഞ്ഞേ? അറിയില്ല ഏട്ടാ. വാ, ഞാൻ കൊണ്ടായി തരാം. പൈസ എത്രയായാലും തിരിച്ചു വരും. ആരാനും ബഹുമാനത്തോടെ നോക്കി. മോനെ, മാപ്പ്. ക്ഷമിക്കാനും മാപ്പ് നൽകാനും ഞാനോ നിങ്ങളും തമ്മിലൊരു പ്രശ്നമില്ല. പിന്നെ ഒരു ചെറിയ ബന്ധമുണ്ട്, അത് വരാനിരിക്കുന്നേ ഉള്ളൂ. ആരും മനസ്സിലാവാതെ അവനെ നോക്കി. അവനൊരു കുഞ്ഞു പുഞ്ചിരി ചുണ്ടിൽ വിരിയിച്ചു. എൻ്റെ അമ്മായിയമ്മയായിട്ട് വരും. ഞങ്ങൾ രണ്ടുപേർക്കും ആരുമില്ല. ആകെ കൂടെയുള്ള ചെറിയമ്മയാ. അവനവരെ നെഞ്ചോട് ചേർത്തു. 4 പേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. പശ്ചാത്താപത്തേക്കാൾ വലിയ ശിക്ഷ മറ്റൊന്നില്ല. അവൻ തന്നെ അവരെ കോട്ടയത്തേക്ക് എത്തിച്ചു. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരു മകനെ പോലെ ചെയ്തു കൊടുത്തു. രുദ്രക്ക് ക്ലാസ് തുടങ്ങി. അവൾ ക്ലാസ്സിലും പോയി തുടങ്ങി. ചെറിയമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കാശിക്കും രുദ്രയ്ക്ക് അമ്മയായി. വീടും പറമ്പും ബാങ്കിൽ നിന്നും തിരികെ എടുത്തു. കാവ്യയ്ക്ക് +2 അഡ്മിഷൻ കിട്ടിയത് കോട്ടയത്തായിരുന്നുകൊണ്ട് അവരങ്ങോട്ട് പോയി. അങ്ങനെ അവരുടെ സുന്ദരമായ ജീവിതം മുന്നോട്ട് പോയി. രുദ്രയുടെ PG ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ PSC എക്സാം എഴുതുന്ന തിരക്കിലാണ്. കാവ്യയും ചെറിയമ്മയും മാസത്തിലൊരിക്കൽ വരും. പ്രകൃതി ഇരുട്ടിനെ സ്വീകരിച്ചു തുടങ്ങി. ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് അവൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് നടന്നു. ചേട്ടാ, ഒരു ബാഗ് സാനിറ്ററി നാപ്കിൻ. കസേരയിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് അവനെ ബഹുമാനിച്ചു. ഇപ്പൊ തന്നെ തരാം സർ. അവനയാൾ നീട്ടിയ പാക്കറ്റ് വാങ്ങി പൈസ കൊടുത്ത് ബൈക്ക് എടുത്ത് പോയി. അയാൾ അവന്റെ കാക്കി ഷർട്ടിന്റെ നെഞ്ചിൽ ഒട്ടിക്കിടന്ന പേരോർത്തു. കാശിനാഥൻ. എന്താണ് കാശിനാഥൻ IPS ഇത്ര താമസിച്ചത്? വീട്ടിലെത്തിയവൻ പാക്കറ്റ് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് അകത്തേക്ക് പോയി. ആളവന്റെ പുറകെ പോയി. അവൻ കാക്കി ഷർട്ട് അഴിച്ചു വെച്ച് തോർത്തെടുത്ത് തോളിലേക്ക് ഇട്ടു. എന്താണ് കാശിനാഥൻ IPSനൊരു ദേഷ്യം? ആൾക്കായി പുറകിലേക്ക് വെച്ച് പുരികമുയർത്തി ചോദിച്ചു. അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.